വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡില് നിനക്കത് വേണ്ടല്ലേ, നിനക്ക് ഞാൻ കാട്ടിത്തരാമെന്നും പറഞ്ഞ് രാഘവൻ നായർ വീൽ ചെയറും തള്ളിക്കൊണ്ട് ഭക്ഷണപ്പൊതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്, തറയിൽ കിടക്കുന്നത് എടുക്കാനായിട്ട്. തുടർന്ന് രാഘവൻ നായർ അത് എടുക്കാൻ തുടങ്ങുമ്പോൾ അങ്ങ് തറയിലേക്ക് അങ്ങ് വീഴുകയാണ്. തുടർന്ന് അച്ഛാന്നും പറഞ്ഞ് അർജുൻ അങ്ങ് കയറി പിടിക്കാൻ പോവുകയാണ്. അന്നേരം തൊട്ടു പോകരുത് എന്നെയെന്നും പറഞ്ഞ് അർജുനെ അങ്ങ് മാറ്റി നിർത്തുകയാണ് രാഘവൻ നായർ. തുടർന്ന് ഭാമയും പിടിക്കാൻ വരുന്നുണ്ട് രാഘവേട്ടാന്നും പറഞ്ഞ്. ഭാമയുടെ നേരെ അങ്ങ് രാഘവൻ നായർ ആകെ ആക്രോശിക്കുകയാണ്. തൊട്ടു പോകരുത്, അങ്ങോട്ട് മാറി നിൽക്കുകയെന്നും പറഞ്ഞ് ഭാമയെ മാറ്റി നിർത്തുകയാണ് രാഘവൻ നായർ. അതിനുശേഷം രാഘവൻ നായർ തറയിൽ അങ്ങനെ ഇരുന്ന ശേഷം എഴഞ്ഞെഴഞ്ഞ് കൊണ്ട് ആ ഭക്ഷണപ്പൊതിയുടെ അടുത്തേക്ക് പോവുകയാണ്. അന്നേരം കുറച്ച് ദൂരെയാണ് അത് കിടക്കുന്നത്. അന്നേരം പൊന്നി ഓടിച്ചെന്ന ഭക്ഷണപ്പൊതി എടുത്തുകൊണ്ട് രാഘവൻ നായരുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ രാഘവൻ നായർ പെട്ടെന്ന് അങ്ങ് വാങ്ങിച്ചങ്ങ് നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. നിനക്കിത് വേണ്ടല്ലേ, നിനക്ക് വേണ്ടായിരിക്കും, പക്ഷെ എനിക്കിത് വേണം. എൻ്റെ മകൻ തെരുവോരത്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്, അവൻ്റെ വിയർപ്പിൻ്റെ ഫലമാണ് ഇതിലുള്ളത്, എനിക്കിത് അമൃതാണ്, ഈ രാഘവൻ നായർക്ക് ഇത് വേണം എന്ന് പറഞ്ഞ് ഭക്ഷണപ്പൊതി നെഞ്ചോട് ചേർത്ത് പിടിച്ചങ്ങ് പൊട്ടിക്കരയുകയാണ്. അത് കാണുമ്പോൾ അർജുനും രമണപിള്ളയ്ക്കും പൊന്നിക്കും സത്യഭാമയ്ക്കും വരെ സങ്കടമാവുന്നുണ്ട്. പക്ഷെ സത്യഭാമ ഒന്നും ചെയ്യാനാകാതെ സുസ്മിത ചെയ്ത തെറ്റിനെ അനുകൂലിക്കും തിരിച്ചൊന്നും പറയാതെയും ഭാമ അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അതേസമയമാണ് അച്ഛാന്നും പറഞ്ഞ് വിഷ്ണു അങ്ങ് അകത്തേക്ക് കയറുന്നത്. അന്നേരമാണ് വിഷ്ണുവിനെ എല്ലാവരും കാണുന്നത്. എന്നിട്ട് വിഷ്ണു വന്ന ശേഷം രാഘവൻ നായരെ പതിയെ പിടിച്ച് ആ സെറ്റിലേക്ക് ഇരുത്തുകയാണ്. തുടർന്ന് രാഘവൻ നായരുടെ കൂടെ അർജുനും ചേർന്നങ്ങ് ഇരുന്ന് രാഘവൻ നായരെ ചേർത്തങ്ങ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മക്കളെ നീ എപ്പോൾ വന്നിടാന്ന് രാഘവൻ നായർ ചോദിക്കുകയാണ്. അന്നേരം കുറച്ച് നേരം അയച്ചാൽ വന്നിട്ട് അച്ഛൻ്റെ മൊബൈൽ തരാനായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് സത്യഭാമയെ നോക്കി പറഞ്ഞിട്ടുണ്ട്, ഞാൻ എല്ലാം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തു എന്ന്. പക്ഷേ സത്യഭാമ പെട്ടെന്ന് മുഖം തിരിക്കുകയാണ്, വിഷ്ണുവിൻ്റെ മുഖത്ത് നോക്കാൻ കഴിയാതെ. അതിനുശേഷം രാഘവൻ നായർ അങ്ങ് വിഷ്ണുവിനെ ചേർത്ത് പിടിച്ചങ്ങ് കരയുന്നുണ്ട്. വളരെ സങ്കടകരമായൊരു സീൻ തന്നെയാണ് അത്. രാഘവൻ നായരുടെ ആ കരച്ചിലും വെപ്രാളവും ഒക്കെ കാണേണ്ടത് തന്നെയാണ്. തൻ്റെ മകൻ കൊടുത്തയച്ച ഭക്ഷണപ്പൊതി തട്ടിക്കളഞ്ഞപ്പോഴും ഭാമ വേണ്ടാന്ന് പറഞ്ഞപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോഴും രാഘവൻ നായർ. തുടർന്ന് പോട്ടെ അച്ഛ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഭാമയെ നോക്കുകയാണ്. അന്നേരം ഭാമയുടെ മുഖം അങ്ങ് മാറുകയാണ്, അഹങ്കാരഭാവത്തിൽ ഇങ്ങനെ മുഖം തിരിച്ചു നിൽക്കുകയാണ്. ഒന്നുകൂടി ആ മൊബൈൽ അവിടെ ടീപ്പോയിൽ വെച്ചിട്ട് പോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ശരി മക്കളെ എന്ന് പറയുന്നുണ്ട്. അർജുനും ശരി എന്ന് പറയുകയാണ്. തുടർന്ന് വിഷ്ണു ഒന്നുകൂടി ഭാമയെ നോക്കിയിട്ട് അങ്ങ് പുറത്തേക്ക് ഇറങ്ങി തിരിഞ്ഞു നോക്കാതെ നടന്നു പോവുകയാണ്. അന്നേരം സത്യഭാമയ്ക്ക് അങ്ങ് ആകെ വിഷമമാവുകയാണ്. തുടർന്ന് ഭാമ അങ്ങ് മുറ്റത്തേക്ക് വന്നിട്ട് വിഷ്ണു ഗേറ്റ് കടന്നു പോകുന്നത് വരെ, കണ്ണിൽ നിന്ന് മായുന്നത് വരെ സത്യഭാമ വിഷ്ണുവിനെ ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ട് ഉമ്മറത്ത് തന്നെ നിൽക്കുകയാണ്. തുടർന്ന് സുസ്മിത ആണെങ്കിൽ അമ്മർത്തേക്കുന്ന ഭാമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഭാമാൻറ്റി എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ മുഖത്ത് നോക്കി തന്നെ സത്യഭാമ പറയുന്നുണ്ട്, സുസ്മിത പോ, എനിക്ക് അല്പനേരം ഒറ്റയ്ക്ക് ഇരിക്കണം എന്നങ്ങ് ദേഷ്യത്തോടെ തന്നെ പറയുന്നുണ്ട്. അന്നേരം സുസ്മിത അങ്ങ് പെട്ടെന്ന് തിരിയുകയാണ്. അന്നേരവും വിഷ്ണു ആ പോയ വഴിയെ സത്യഭാമ ഇങ്ങനെ വഴിക്കണ്ണുമായിട്ട് നോക്കി നിൽക്കുമ്പോൾ സുസ്മിത തിരിഞ്ഞൊന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ തള്ളയ്ക്ക് മോനോടും മരുമകളോടും സ്നേഹമുണ്ട്, കണക്കായിപ്പോയി. ആ ശാലിനിയെ ചുമക്കുന്നതിന് വിഷ്ണുവേട്ടന് കിട്ടേണ്ടത് തന്നെ കിട്ടി, എന്തോ ആവട്ടെ എന്നും പറഞ്ഞ് സുസ്മിത അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. അന്നേരം സത്യഭാമ അങ്ങ് കരയുകയാണ്. ആ വിഷ്ണു കണ്ണീരോടുകൂടി പറഞ്ഞത് ഭാമ അന്നേരം ഓർക്കുകയാണ്. എല്ലാം കാണുകയും കേൾക്കുകയും ഞാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് സങ്കടത്തോടെ വിഷ്ണു ഇറങ്ങിയത് സത്യഭാമ വീണ്ടും അങ്ങ് ഓർത്ത് സങ്കടപ്പെടുകയാണ്. ഇതേസമയം കുടുംബശ്രീ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. ശങ്കരേട്ടനൊക്കെ ഉണ്ട്. രാജിയും ശാന്തയും ഒക്കെ ഓടി നടന്ന് ഓരോരുത്തർക്കൊക്കെ വിളമ്പുകയാണ്. അന്നേരം ദോശ ചോദിച്ചെടുത്ത് നേരമായി ശാന്തയെന്നൊക്കെ ശങ്കരേട്ടൻ പരാതി പറയുമ്പോൾ ശങ്കരേട്ടനല്ലേ നമുക്ക് ഇത്തിരി താമസിപ്പിക്കാനായിട്ട് പറ്റൂ, ഇത്തിരി ക്ഷമിക്കുന്നൊക്കെ പറയുകയാണ്. അന്നേരം ഞാൻ തേങ്ങ വെട്ടുന്നതിന് ഇടയ്ക്ക് വന്നതാണ്, പെട്ടെന്ന് ചെല്ലണം എന്നൊക്കെ പറയുമ്പോൾ ജോലി തരുന്നവരോടും കാശ് തരുന്നവരോടും ഒക്കെ ആത്മാർത്ഥതയാക്കാം, പക്ഷേ വീട്ടുകാർക്ക് അത് കാണില്ല എന്ന് ശാന്ത അങ്ങ് മുനവെച്ച് പറയുമ്പോൾ അത് നിങ്ങൾ എന്തായി പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ശങ്കരേട്ടൻ പറയുകയാണ്. അന്നേരം ഞങ്ങൾ ഇവിടെ കിടന്ന് നട്ടെല്ല് പൊട്ടി ജോലി ചെയ്യുന്നത് ശങ്കരേട്ടൻ കാണുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശാരിയ മോൾ എവിടെയും ചോദിക്കുമ്പോൾ അതിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞു വരുന്നത് എന്ന് ശാന്ത പറയുകയാണ്. ഈ സമയത്ത് ശാരദാമ്മ ഹോട്ടൽ ഉദ്ഘാടനത്തിന് പോയ ശാരദാമ്മ തിരികെ വരുന്നുണ്ട്. അന്നേരം ശാരിയ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, കൊണ്ടുപോയി കൊടുത്തതാണ്, കഴിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ശാന്തയാണ് പറയുന്നത്. അന്നേരം നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നിർബന്ധിച്ച് കൊടുക്കണമെന്ന് രാജിയോട് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇവള് ഭക്ഷണവുമായിട്ട് പോയതാണ്, നിർബന്ധിച്ച് കഴിക്കാൻ പറഞ്ഞു, അപ്പോൾ ഇറങ്ങി പോകാൻ പറഞ്ഞു, അതിൽ കൂടുതൽ ഞങ്ങൾ എന്താ വേണ്ടതെന്ന് ശാന്ത ഇഷ്ടമല്ലാതെ തന്നെ പറയുകയാണ്. പക്ഷെ ശാരദാമ്മ അത് കാര്യമാക്കുന്നില്ല. എല്ലാത്തിനും എൻ്റെ കൈ തന്നെ എത്തണമെന്ന് വെച്ചാൽ എന്താ ചെയ്യുക എന്നും പറഞ്ഞ് ശാരദാമ്മ ശാരികയ്ക്കുള്ള ഭക്ഷണവുമായിട്ട് അങ്ങ് കുടുംബശ്രീ വീട്ടിലേക്ക് പോവുകയാണ്. അതേസമയം ശാന്ത രാജിയോട് പറയുന്നുണ്ട്, കണ്ടില്ലേ സ്വന്തം മക്കളോടുള്ള സ്നേഹം എത്ര ചേർത്ത് പിടിച്ചാലും വേറെ ആരോടും ഉണ്ടായില്ല, കാര്യത്തോട് എടുക്കുമ്പോൾ അതാ ഇങ്ങനെയാണ് ഓരോന്നും പറഞ്ഞ് ശാരദാമ്മയുടെ ആ രീതി ശാന്തയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അത് രാജിയോട് തുറന്ന് പറയുകയും ചെയ്യുകയാണ്.
ഇതേസമയം ഭക്ഷണവുമായിട്ട് അകത്തേക്ക് ചെല്ലുന്ന ശാരദാമ്മ ശാരിയെ കാണുന്നില്ല. വീട് മുഴുവൻ അന്വേഷിക്കുകയാണ്. തുടർന്ന് ഹോട്ടലിലേക്ക് വരുമ്പോൾ ശങ്കരേട്ടനാണെങ്കിൽ ശാന്തയോട് ശാലിനിയുടെ ഹോട്ടൽ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ മൊബൈൽ റെസ്റ്റോറൻ്റ് ആണ്, അത് ഓടിച്ച് എവിടെ വേണമെങ്കിലും പോയി ഭക്ഷണം വിൽക്കാം എന്നൊക്കെ ശാന്ത പറയുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ വന്നിട്ട് ശാരി ഇങ്ങോട്ട് വന്നാന്ന് ചോദിക്കുമ്പോൾ ഇല്ല ശാരദാമ്മയെന്ന് ശാന്ത പറയുകയാണ്. ഇതേസമയം രാജിയാണെങ്കിൽ അടുക്കളയിലേക്ക് ബാക്കി ഭക്ഷണവുമായിട്ടൊക്കെ ആ ഹോട്ടലിൻ്റെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു കാഴ്ച കണ്ടങ്ങ് നിലവിളിക്കുകയാണ്. ശാരദാമ്മയെന്ന് അലറി വിളിക്കുമ്പോൾ ഒന്ന് ഓടി വാന്നൊക്കെ വിളിക്കുമ്പോൾ ഇവരെല്ലാവരും കൂടി അങ്ങോട്ടത്തേക്ക് ചെല്ലുകയാണ്. ശാന്തയും ശാരദാമ്മയും ശങ്കരേട്ടനും കൂടി അവിടെ ചെല്ലുമ്പോഴോ ശാരികയാണെങ്കിൽ അവിടെ നിലത്ത് കിടക്കുകയാണ്. ആത്മഹത്യക്ക് ശ്രമിച്ചാണ് ശാരിക അവിടെ കിടക്കുന്നത്. വായിൽ നിന്ന് നൊരയും പതയും ഒക്കെ വരുന്നുണ്ട്, ബോധമില്ലാതെ കിടക്കുകയാണ്. അന്നേരം ഓടി ചെല്ലുന്ന ശാരദാമ്മ അത് കണ്ടങ്ങ് അന്തം വിടുകയാണ്. ശാരി മോളെ എന്താ ഇതെന്നൊക്കെ ചോദിച്ച് ആ തല പിടിച്ച് മടിയിലേക്ക് വെച്ചങ്ങ് കരയുകയാണ്. തുടർന്ന് എല്ലാവരും ആവിട്ട് കരയുകയാണ്. ശാന്തയും രാജിയും ഒക്കെ കരയുന്നുണ്ട് ശാരി മോളെ എന്ന് വിളിച്ച്. തുടർന്ന് ശാന്ത അവിടെ നോക്കുമ്പോൾ ഒരു വിഷക്കുപ്പി അവിടെ കിടക്കുന്നത് കാണുന്നുണ്ട്. എന്നിട്ട് അതെടുത്തൊന്ന് മണത്ത് നോക്കിയിട്ട് ഇതാ നോക്ക് ശാരദാമ്മ എന്ന് പറഞ്ഞ് ശാരദാമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. തുടർന്ന് ശാരദാമ്മയും അത് മണപ്പിച്ച് നോക്കിയിട്ട് അയ്യോ ചതിച്ചല്ലോ ദൈവമേ എന്നും പറഞ്ഞ് ശാരദാമ്മയും അങ്ങ് ശാരിയെ ചേർത്ത് പിടിച്ചങ്ങ് നിലവിളിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ശങ്കരേട്ടൻ നിൽക്കുന്നുണ്ട്. ആ സീൻ അവിടെ അത്രേ കാണിക്കുന്നുള്ളൂ. പക്ഷേ ശാരിക മരിച്ചോ ഇല്ലയോ, മരിക്കില്ലായിരിക്കും. തുടർന്ന് അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമായിരിക്കും. അത്ര വരെ അവിടെ ആ സീൻ അവിടെ കാണിക്കുന്നുള്ളൂ. ഇതേസമയം ശാരദാസ് കഫേയിൽ കുറുപ്പ് സാറ് എത്തിയിട്ടുണ്ട്. ചായയൊക്കെ ഇരുന്ന് കുടിക്കുകയാണ്. അന്നേരം കച്ചവടത്തെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ മോശമാണ്, തുടങ്ങിയ സ്ഥലം ശരിയല്ല എന്ന് തോന്നുന്നു, എത്ര പേര് വരുമെന്നറിയാതെ ഞാൻ കുറേ ഭക്ഷണം ഉണ്ടാക്കി, എന്ത് ചെയ്യുമെന്ന് അറിയില്ല എന്നൊക്കെ ശാലിനിയെ പരാതി പോലെ പറയുകയാണ്. അന്നേരം ഇത് നല്ല സ്ഥലം തന്നെയാണ്, രാവിലെ ആളുകൾ നടക്കാനൊക്കെ ഇറങ്ങും, പിന്നെ വൃത്തിയായിട്ട് ഭക്ഷണം കിട്ടുന്ന സ്ഥലം ഇവിടെ അടുത്ത് വേറെ എങ്ങുമില്ല, ഒരുപാട് ആൾക്കാരൊക്കെ വരുമെന്ന് പറഞ്ഞിട്ട് ഈ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ബാക്കി വരുമെന്ന് ശാലിനി പറയുമ്പോൾ ഞാൻ വരുന്ന വഴിക്ക് ഒരു കാഴ്ച കണ്ടു. ഒരു മനുഷ്യനാണെങ്കിൽ തെരുവോരത്ത് ഒരു പട്ടിയുമായിട്ട് കടിപിടി കൂടുകയാണ്. കോളേജ് പിള്ളേരാരുമാണ് വലിച്ചെറിഞ്ഞ ഭക്ഷണപ്പൊതിക്ക് വേണ്ടിയിട്ടാണ്. അയാൾ പട്ടിയെ ഓട്ടിച്ചിട്ട് ആ ഭക്ഷണപ്പൊതി വാർത്തയോടെ കഴിക്കുകയാണെന്ന് പറയുമ്പോൾ ഈ പ്രദേശത്ത് ഒന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം ഈ വഴി ചെന്നെത്തുന്നത് ഒരു എഞ്ചിനീയറിംഗ് കോളേജിലാണ്. അവിടെ അമ്മമാർ സ്നേഹത്തോടു കൂടി അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ അവർക്ക് അതിലൊന്നും താല്പര്യമില്ല. അവർക്ക് കൂട്ടുകൂടി കിട്ടുന്ന പിസ്സയോ ഷവായിയോ ഷവർമയോ ഒക്കെയാണല്ലോ ഇഷ്ടം. പിന്നെ അമ്മമാരുടെ സ്നേഹം അനുഭവിക്കാൻ അവർക്ക് ഭാഗ്യമില്ല. ഇയാൾക്കെങ്കിലും കിട്ടട്ടെ, ഇത് നല്ല സ്ഥലമാണ്, മനസ്സിന് സമാധാനമൊക്കെ കിട്ടും ഇവിടെ വന്നിരുന്നാൽ. പിന്നെ ദൂരയാത്രയൊക്കെ പോകുന്നവർക്ക് പാർക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വീട്ടിൽ പോയ വിഷ്ണു തിരികെ വരികയാണ്. സങ്കടത്തോടു കൂടി നടന്നു വരുന്ന വിഷ്ണു കുറുപ്പ് സാറിനെ കാണുമ്പോൾ ചെന്ന് കൈയൊക്കെ കൊടുക്കുകയാണ്. പക്ഷേ ഇപ്പോൾ വന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഉദ്ഘാടനത്തിന് വരാൻ കഴിഞ്ഞില്ല, ചന്ദ്രമതിക്ക് ശ്വാസം മുട്ടായിട്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് വരാഞ്ഞത്. വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ ഇങ്ങോട്ടത്തേക്ക് വന്നു, ഇടയ്ക്കൊക്കെ വരാം, അവൾക്ക് ശ്വാസം മുട്ട് കൂടുമ്പോൾ ഹോട്ടൽ തന്നെയാണ് ശരണം, ശാരദാസ് കഫേയും കുടുംബശ്രീയും ഒക്കെ ഉണ്ടല്ലോ, ഇവിടെ നിന്ന് അങ്ങ് പിടിച്ച് കയറിക്കോളണം. സത്യഭാമയുടെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ട് തല ഉനിച്ചിറങ്ങി വന്ന നിങ്ങൾ തല ഉയർത്തി തന്നെ നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണുവിനങ്ങ് സങ്കടം വരികയാണ്. നിങ്ങളൊക്കെ അല്ലേ ഞങ്ങൾക്ക് മക്കളായുള്ളൂ എന്നൊക്കെ കുറുപ്പ് സാറ് പറയുന്നുണ്ട്. അന്നേരം ഉള്ള മക്കളെ തെരുവിലേക്ക് വലിച്ചെറിയുന്ന അമ്മമാരും ഉണ്ടെന്ന് പറയുമ്പോൾ അതൊക്കെ ശരിയാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് കുറുപ്പ് സാർ ഇറങ്ങുകയാണ്. അന്നേരം എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം വേണ്ട, ഇനി ഒരിക്കലാകാമെന്നും പറഞ്ഞ് കുറുപ്പ് സാർ പോകുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവിൻ്റെ വിഷമമായ ഭാഗം കണ്ടിട്ട് എന്താ വിഷ്ണു ഏട്ടാ പോയിട്ട് അച്ഛനെ കണ്ടില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം കണ്ടു എന്ന് പറഞ്ഞിട്ട് വീണ്ടും വിഷ്ണു അങ്ങ് കരയാനുള്ള ശ്രമമാണ്. അന്നേരം എന്താ വിഷ്ണു ഏട്ടാ കാര്യമായിട്ട് എന്തോ സംഭവിച്ചല്ലോ എന്ന് പറയുമ്പോൾ വിഷ്ണു ആ സംഭവം പറയുകയാണ്. സുസ്മിത ഭക്ഷണം തട്ടിത്തെറിപ്പിച്ചതും സത്യഭാമ വേണ്ടാന്ന് പറഞ്ഞതും രാഘവൻ നായർ കരഞ്ഞ് ബഹളം ഉണ്ടാക്കിയതും ഒക്കെ. അന്നേരം ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അമ്മ എന്നെ ഇത്രയ്ക്ക് വെറുത്തു പോയോ, ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്നും പറഞ്ഞ് വിഷ്ണു കരയുകയാണ്. എന്നിട്ട് കണ്ണീരൊക്കെ തുടയ്ക്കുന്നുണ്ട്. അന്നേരം ശാലിനി പറയുന്നുണ്ട് വിഷ്ണുവേട്ടനല്ലല്ലോ തെറ്റ് ചെയ്തത്, ഞാനല്ലേ തെറ്റ് ചെയ്തത്, എന്നോടല്ലേ സത്യാമ്മ ഇറങ്ങി പോകാനായിട്ട് പറഞ്ഞത്, കൂടെ വിഷ്ണുവേട്ടനെ ഇറക്കി വിട്ടില്ലല്ലോ, എൻ്റെ കൂടെ വന്ന് ഒരു തട്ടുകടയിലെ അവസ്ഥയിലേക്ക് എത്തിച്ചില്ലേ, അപ്പോൾ ഞാനാണ് തെറ്റ് എന്നൊക്കെ പറഞ്ഞ് ശാലിനി സങ്കടപ്പെടുകയാണ്. അന്നേരം വിഷ്ണുവിന് ആ സങ്കടമൊക്കെ മാറുന്നുണ്ട്. ശാലിനിയുടെ കൈ പിടിച്ചിട്ട് നമ്മൾ തെറ്റുകാരല്ല, ജയിച്ച് കാണിച്ചു കൊടുക്കും എന്നിങ്ങനെ വാശിയോടെ വിഷ്ണു പറയുമ്പോൾ ഈ വാശിയാണ് വേണ്ടത് വിഷ്ണുവേട്ടാന്ന് ശാലിനിയും വിഷ്ണുവിൻ്റെ കൈ മുറുകെ പിടിച്ച് പറയുകയാണ്. അങ്ങനെ അവരിയ്ക്കുമ്പോൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നുണ്ട്. ചൂട് ദോശയില്ലേ ചോദിക്കുമ്പോൾ പെട്ടെന്ന് കണ്ണീരൊക്കെ തുടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു പെട്ടെന്ന് ദോശയൊക്കെ ചുടുകയാണ്. ശാലിനി കറിയൊക്കെ എടുക്കുകയാണ് അവർക്ക് കൊടുക്കാനായിട്ട്.
ഇതേസമയം കുടുംബശ്രീ വീട്ടിൽ ശാരിയെ ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോയില്ല. ഡോക്ടർ വന്ന് ശാരിയെ പരിശോധിക്കുകയാണ്. ശാരി ഇങ്ങനെ കട്ടിൽ കിടക്കുകയാണ്. ലേഡി ഡോക്ടർ വന്ന് സ്റ്റെതസ്കോപ്പ് വെച്ച് ശാരിയെ പരിശോധിക്കുകയും കണ്ണൊക്കെ പിടിച്ച് തുറന്നു നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം ആകെ വിഷമത്തോടു കൂടി ശ്യാമയും ശാരദാമ്മയും രാജീവ് ശാന്തയും ഒക്കെ അടുത്തുണ്ട്. ശാരദാമ്മയാണെങ്കിൽ സകല ദൈവങ്ങളെയും തൊഴുതു പിടിച്ച് പ്രാർത്ഥിക്കുകയാണ് ശാരിക മോൾക്ക് ഒന്നും വരരുത് എന്നുള്ള രീതിയിൽ. തുടർന്ന് ഡോക്ടർ അങ്ങ് വിശദമായിട്ട് പരിശോധിക്കുന്നു. ഇത്രയും ആകുമ്പോൾ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പക്ഷേ ശാരികയ്ക്കൊന്നും സംഭവിക്കില്ല. ഇനി ഡോക്ടർ എന്താണ് പറയുന്നത് എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ. ഓക്കെ, താങ്ക്